ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആകാശം കാണുമ്പോൾ ഇപ്പോൾ ഈ ഒരു നിറത്തിലാണ് കേട്ടോ കാണുന്നത്. നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. ഏതാണ്ട് ഉച്ച തിരിഞ്ഞൊക്കെ കാണില്ലേ, അതുപോലെയൊക്കെ തോന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടാണ് കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുക. ഇന്നത്തെ ദിവസം വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുറച്ച് നേരം ഒരു ഇരിപ്പ്. ആ ഇരിപ്പിൽ നിന്ന് എൻ്റെ മൗഗ്ലിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ്. വിശന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. കാരണം തലേ ദിവസം മീൻ വെച്ചതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മീനും അതുപോലെ തന്നെ ചോറും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് അവന് രാവിലെ തന്നെയാണ് കേട്ടോ, നേരം വെളുത്തിട്ടും കൂടിയില്ല, ആ ഒരു സമയത്താണ് ഇവൻ്റെ ഈ ഒരു ഭക്ഷണം കഴിക്കൽ. അപ്പോൾ നിക്കുവിനൊക്കെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഇത്രയും കൂടി നേരം വെളുത്തിട്ട് വേണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് വിറകടുപ്പിൽ എന്തെങ്കിലും ഒന്ന് ഇന്ന് പാചകം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലെ ചാരമൊക്കെ വാരി എടുക്കാണ് കേട്ടോ. ഒരു ദിവസം കത്തിച്ചാൽ പിന്നെ അങ്ങനെ അടുപ്പിച്ച് കത്തിക്കാനായിട്ട് തോന്നും. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് ഒട്ടും ടൈമില്ലാത്ത പോലെ തോന്നും. അപ്പോൾ അന്നൊന്നും ഞാൻ കത്തിക്കാറില്ല. അപ്പോൾ ചാരമൊക്കെ വാരി വൃത്തിയാക്കി കഴിഞ്ഞ് ഒന്ന് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഫെബ്രുവരി ആയിട്ട് നല്ല മഞ്ഞാണ് കേട്ടോ. നേരം വെളുക്കുമ്പോൾ ജനുവരിയിലെ മഞ്ഞിനേക്കാളും കൂടുതൽ മഞ്ഞുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ നല്ല തണുപ്പൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾക്ക് ഈ വിറകടുപ്പ് കത്തിക്കണം എന്നൊക്കെ തോന്നാം. എന്നാലല്ലേ അതിൻ്റെ അടുത്തിരുന്ന് ആ ചൂടൊക്കെ ഒന്ന് കൊള്ളാനായിട്ട് പറ്റുള്ളൂ. പിന്നെ മാത്രമല്ല നമുക്ക് ഇത്തിരി ചൂടുവെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഈ തണുപ്പ് കാരണമാണ് ഇത് കത്തിക്കാനായിട്ടുള്ള മെയിൻ കാരണം. ഗ്യാസൊക്കെ ലാഭിക്കാനായിട്ട് നമ്മളിങ്ങനെ വിറകടുപ്പിൽ കത്തിക്കുകയാണെങ്കിൽ എന്തായാലും പറ്റുമല്ലേ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് ഒത്തിരി പേര് വിറകടുപ്പിൽ മാത്രം പാചകം ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകടുപ്പിൽ കത്തിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തേക്ക് എഴുന്നേൽക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മഞ്ഞും കുളിരൊക്കെ നമ്മുടെ മേത്തുനിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. കാരണം ഈ വിറകടുപ്പിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങനെ ഇരുന്നും കഴിഞ്ഞിട്ട് കത്തിക്കാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സുഖിച്ചങ്ങോട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം എടുത്ത് ഇടാണ് കേട്ടോ. വെള്ളം എടുത്ത് നമ്മൾ സ്റ്റൗവിൽ വെച്ചു. ഇനി അത് തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇടാണ്. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ സമയത്ത് രമേശ് ഏട്ടൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ തന്നെ നമ്മുടെ നിക്കുമോന് കോഴിമക്കൾക്കായിട്ടുള്ള തവിടൊക്കെ കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിങ്ങനെ കുതിർക്കാനായിട്ട് വെക്കും. പിന്നെ അതിലേക്ക് ഈ തവിടൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, അതിന് നേരമൊന്നും ശരിക്കും വെളുത്തിട്ടില്ല, പിന്നെ ഇത്ര പെട്ടെന്ന് എന്തിനാണ് ഇതിങ്ങനെ കുഴക്കണേന്ന്. അപ്പോൾ സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രമേശ് ഏട്ടൻ നല്ല പുട്ടിന് കുഴക്കുന്ന പരുവത്തിൽ നല്ല രസമായിട്ട് കുഴച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇട്ട് കൊടുക്കണമെങ്കിൽ പുറത്ത് ഇരുട്ട് മാറിയൊന്നൊന്നും അറിയില്ല. കോഴികൾ വിചാരിക്കുന്നത് എന്തത് ഇത്ര നേരത്തെ എന്നൊക്കെ വിചാരിച്ചു പോവും. അപ്പോൾ നിക്കുവിനത് പതുക്കെ എടുത്തും കഴിഞ്ഞിട്ട് പുറത്തിറക്കാണ്. ഈ സമയത്താണെങ്കിൽ മൗഗ്ലിയും ഞങ്ങളുടെ കൂടെ ഓടിച്ചാടി വന്നേക്കാണ് കേട്ടോ. അവൻ്റെ ഭക്ഷണം തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിക്കുവിനെ പുറത്തെടുക്കുമ്പോൾ നിക്കു പറയുന്നുണ്ട്, ഈശ്വര ഇത്ര വെളുപ്പിന് എന്നെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രമേശ് ചേട്ടാ എന്തായാലും തീറ്റയൊക്കെ കുഴച്ച് കഴിഞ്ഞില്ലേ. അപ്പോൾ ഈ മഞ്ഞും കുളിരും ഉള്ള സമയത്ത് തന്നെ അവർക്കും നല്ല ആവി പറക്കുന്ന ഫുഡ് തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നിക്കുവിന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിക്കുവിന് ഇവിടെ തന്നെ നിൽക്കുമെന്നറിയില്ല. അപ്പോൾ നിക്കു ആണെങ്കിൽ നമ്മുടെ നെല്ലിപ്പുളി മരത്തിനെ വലം വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ നടപ്പ്. അപ്പോൾ അവനും ഈ ചൂടുള്ളത് കഴിക്കാൻ ഇഷ്ടമാണ്. കൊത്തിപ്പറക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. നിക്കുവിനെ പിടിക്കുമ്പോഴാണ് അല്ലിയും ബാക്കി കോഴിമക്കളൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ അവരും അവർക്ക് തീറ്റിട്ട് കൊടുത്തതൊക്കെ കൊത്തി തിന്നാനായിട്ട് തുടങ്ങി. ഇനിയിപ്പോൾ ഇന്ന് നേരത്തെ കൊടുത്തത് കൊണ്ട് തന്നെ നാളെയും ഇവർ ഈ നേരത്തൊക്കെ ആഗ്രഹിക്കാവോ. എന്നും വെളുപ്പിന് തന്നെ നമ്മുടെ പ്ലാവിലൊക്കെ എങ്ങനെ കുയിലൊക്കെ വന്നിരിക്കുന്നുണ്ട്, ഉറക്കെ പാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ ചായ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് 2 തുളസിയില അതുപോലെ തന്നെ ഒരു ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചായ തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തുളസി നല്ല പോലെ കതിരിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പാൽ ചായയാണ് വെക്കുന്നത്. 2 തുളസിയില അതുപോലെ തന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ചതച്ചത് ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മാറ്റി മറിച്ചൊക്കെ ചായകൾ ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചതച്ച ഇഞ്ചിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് പഞ്ചസാരയും.
നല്ല പോലെ അതങ്ങോട്ട് തിളച്ചങ്ങോട്ട് വരണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് അങ്ങോട്ട് ചേരും. അപ്പോൾ നല്ല രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള ചായകളൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ അത് കപ്പിലേക്ക് അരിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ആറ്റും കഴിഞ്ഞിട്ട് കുടിക്കാനായിട്ട് എന്താ രസം എന്നറിയോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പലഹാരങ്ങളായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. മുട്ട പുഴുങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ നേന്ത്രപ്പഴവും പുഴുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശേട്ടന് പുഴുങ്ങിയ പഴം വേണ്ട, പുഴുങ്ങാത്ത പഴം മതി എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ തണുപ്പത്ത് ഈ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. ചായ കുടിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിറകടുപ്പിൽ വെച്ച് ചൂടാക്കിയ വെള്ളത്തിലൊക്കെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചൂട് ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ല രസമാണ്. ഇന്നലെ പതിയാരി ക്ഷേത്രത്തിലൊക്കെ നമ്മൾ തൊഴാൻ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്നും പോകാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇനി കറിയൊക്കെ വെക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ. 6:20 ആയെങ്കിലും ഇപ്പോഴും ഇരുട്ടൊക്കെ തന്നെയാണ് പുറത്ത്. അപ്പോൾ നല്ല പോലെ നേരം വെളുത്തിട്ടാണ് ഇനി മുറ്റമൊക്കെ അടിക്കുന്നുള്ളൂ. ഇന്നലെ ആണെങ്കിൽ ഞാനൊരു റൂമിൻ്റെ കർട്ടൻ എടുത്തും കഴിഞ്ഞിട്ട് കഴുകി ഉണക്കിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിടിച്ചെങ്കിലും അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പോൾ ദാ ഇവിടുത്തെ കർട്ടനാണ് ഊരിയും കഴിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞപ്പോഴേക്ക് എനിക്കത് ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കർട്ടനൊക്കെ ഇടാം. അപ്പോൾ രമേശ് ചേട്ടൻ എന്താ ലാഡറൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കർട്ടൻ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ സ്ക്രൂ വെച്ചും കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ലാഡറിലൊക്കെ കയറി നിന്ന് അങ്ങനെ സ്ക്രൂ ഒക്കെ ഊരിയും ഫിറ്റ് ചെയ്യാനും അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കർട്ടനും കൂടിയിട്ട് ഒരു ദിവസം വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഒന്നുകിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴോ ഒക്കെ ഓരോ കർട്ടനായിട്ട് എടുത്തും കഴിഞ്ഞ് ഇങ്ങനെ കഴുകുള്ളൂ കേട്ടോ. അപ്പോൾ വല്ലപ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാ ആഴ്ചയും കർട്ടൻ കഴുകുക അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ റൂമിൻ്റെ ആയിട്ട് ഓരോ ദിവസം അങ്ങനെ കഴുകിയിടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ദാ ഇതൊക്കെ ഇങ്ങനെ കമ്പിയിലേക്ക് കൊളത്തി ഞാൻ റെഡിയാക്കാണ് കേട്ടോ. ഇനി ഈ സ്ക്രൂ ഒക്കെ നമുക്കിങ്ങനെ അഴിച്ചും കഴിഞ്ഞിട്ട് എടുക്കണം. അതൊക്കെ അഴിച്ചു മാറ്റി ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ഞാൻ വലിയൊരു കാര്യമാണ് ചെയ്തതെന്നൊക്കെ തോന്നും. രമേശ് ചേട്ടൻ ലാഡറിൽ കയറി ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ട ജോലിയായ കാരണം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിതൊക്കെ ചെയ്യാം, ഈ കർട്ടൻ എടുത്ത് മുകളിലേക്ക് ഒന്ന് പൊന്തിച്ച് തന്നാൽ മതി എന്നും പറഞ്ഞു കഴിഞ്ഞ് രമേശ് ചേട്ടൻ അവിടെ പിടിച്ച് നിർത്തിയേക്കാണ് കേട്ടോ. ചിഞ്ചുവിനും ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഒരു ബൾബ് മാറ്റാനോ അല്ലെങ്കിൽ കർട്ടൻ ഊരി എടുക്കാനോ ഇട്ട് തരാനോ ഒക്കെ ചിഞ്ചുവിനും വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിഞ്ചും മുത്തും ഈ സമയത്തൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് സമ്മതിക്കില്ല. അവർ രണ്ടുപേരും കൂടിയിട്ട് ഇതൊക്കെ ചെയ്യാണ് ചെയ്യാറ്. നമ്മൾ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീനായിട്ട് കിടക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷെ ഒറ്റയടിക്ക് നമ്മളങ്ങനെ ചെയ്യരുത് കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരുമിച്ച് എല്ലാ ജോലിയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ തകരാറിലായിട്ട് പോകും. അപ്പോൾ അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടോ ഭാരമോ ഇല്ലാതായി മാറണം എന്നുണ്ടെങ്കിൽ ഓരോ റൂം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓണം, വിഷു അതൊക്കെ ഇങ്ങനെ അടുക്കുമ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുക. 2-3 ആഴ്ച മുൻപ് തുടങ്ങി തന്നെ ഓരോ റൂം വെച്ചും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഓണാവുമ്പോഴേക്കൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടാവും, നമ്മുടെ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ടാകും. അല്ലാതെ ഒരുമിച്ച് എല്ലാ റൂമും ഒരേ ദിവസം തന്നെ ക്ലീൻ ചെയ്യുക അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ച് ചെയ്യാറില്ല. അപ്പോൾ ഡെയിലി അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് തന്നെ അടിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല വൃത്തിയിൽ കിടന്നോളും. കബോർഡുകളും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ റൂമിലൊന്നും ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കാൻ ഒന്നുമില്ല. അപ്പോൾ പണ്ടത്തെ വീടുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കാനും ഒക്കെ കബോർഡുകളും മറ്റൊക്കെ ഉള്ള കാരണം തന്നെ നല്ല വൃത്തിക്ക് തന്നെ കിടക്കും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി, അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർട്ടനൊക്കെ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചേമ്പ് പറിക്കണം. അപ്പോൾ രമേശ് ചേട്ടൻ നമ്മുടെ വാളരി പയറിൻ്റെ അതിലേ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടൻ കണ്ടു ഇതിൽ ഇനിയും 3-4 എണ്ണം കൂടി പറിക്കാനായിട്ട് ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ പറിച്ച് എനിക്ക് തന്നു കേട്ടോ.
പിന്നെ ഇതാ ചേമ്പ് പറിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വശത്ത് ചേമ്പ് പറിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആകെ കുറച്ച് വിത്തുകളും നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ബാക്ക് ഭാഗത്താണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചേമ്പ് വിത്തുകളൊക്കെ കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ ഭാഗത്തുള്ളത് പറിക്കാനായിട്ട് പറഞ്ഞത്. പക്ഷെ നമുക്ക് ആകെ 5-6 വിത്തുകളാണ് കിട്ടിയുള്ളൂ. ചിലതൊക്കെ അങ്ങനെ പറിച്ചെടുക്കാതെ അങ്ങനെ തന്നെ അങ്ങോട്ട് പട്ടുപോയി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഈ ചേമ്പ് ഉണ്ടല്ലോ ഉപ്പേരി വയ്ക്കുന്നതും ഇഷ്ടമാണ്, അതുപോലെ തന്നെ നാളികേരം അരച്ചും കഴിഞ്ഞിട്ട് കറി വയ്ക്കുന്നതും എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ വാളരിപ്പയറും കിട്ടിയ ചേമ്പ് വിത്തൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കണം. നമ്മുടെ കുട്ടിപ്ലാവിലാണെങ്കിൽ കുട്ടി കുട്ടി ചക്കകൾ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രമേശ് ഏട്ടനുണ്ട് ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. കാണാനായിട്ട് നല്ല രസമാണ്. മാവാണെങ്കിൽ നിറയെ പൂത്ത് നിൽക്കുകയാണ്. ചക്കയും ഇതുപോലെയൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലിതാ കുറേ ചവറുകളൊക്കെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. ഇതൊക്കെ വേഗം തന്നെ നമുക്ക് അടിച്ച് നീക്കണം. അപ്പോൾ അടിച്ചും കഴിഞ്ഞിട്ട് ഞാൻ ഒരു സഞ്ചി എടുത്തും കഴിഞ്ഞിട്ട് അതിലേക്കൊക്കെ ഇത് അടിച്ചു വാരി കൂട്ടിയെടുക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ഇങ്ങനെ സഞ്ചിയിലും അതുപോലെ തന്നെ ചാക്കിലൊക്കെ ആക്കിയും കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തുള്ള അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് വെള്ളം ചൂടാക്കി കുളിക്കാനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഈ ചവറൊന്നും നമ്മൾ കത്തിച്ച് കളയാതെ ഇങ്ങനെയൊക്കെ കൂട്ടി അങ്ങോട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ എല്ലാ ചവറൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ മുറ്റമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ സെയിൽസ്മാൻമാരൊക്കെ വരുമല്ലോ, ഈ ചവിട്ടി വിൽക്കാൻ അതുപോലെ കിടക്ക വിൽക്കാനൊക്കെ വരുന്നവർ എന്നെ സോപ്പിട്ടുകൊണ്ട് എന്തു ഭംഗിയാണ് ചേച്ചി, ഇവിടെ നിറയെ പൂക്കളുണ്ടല്ലോ, എന്നിട്ട് പറയുമ്പോൾ ഒരു ചവിട്ടി വാങ്ങുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവരുടെ നമ്പറുകൾ. അങ്ങനെ നമ്മൾ ചേമ്പട നന്നാക്കാനിരിക്കുന്നത്. പക്ഷെ മൗഗ്ലിയുടെ വിചാരം ഇതൊക്കെ എന്തോ കരിമീൻ നന്നാക്കാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നു കഴിഞ്ഞാൽ അടുത്തിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ചേമ്പാന്ന് കണ്ടപ്പോൾ അവൻ തിരിഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ നിക്കും ഇതിലെ കൊത്തിപ്പറക്കിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിക്കുവിനും സംശയമുണ്ട് കേട്ടോ, ഇത് മീൻ തന്നെയാണോ നന്നാക്കണേന്ന്. അതുകൊണ്ട് നിക്കും അലക്കല്ലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പതുങ്ങിയൊക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിയ ആണെങ്കിൽ ടെറസിലിരുന്ന് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ കലത്തിൻ്റെ ഉള്ളിൽ അവൾക്ക് മുകളിൽ ഇരുന്നാൽ ശരിക്കും കാണാമല്ലോ മീനല്ല ചേമ്പാന്ന്. അതുകൊണ്ട് തന്നെ റിയ താഴേക്ക് ഇറങ്ങിയേ വന്നില്ല കേട്ടോ. നിക്കും മൗഗ്ലിയൊക്കെ ഇപ്പോൾ മീനിൻ്റെ തലയിടും വാലിടും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗാർഗി മുട്ടയിട്ടിട്ടുണ്ട്. രമേശ് ചേട്ടൻ മുട്ടയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വരാണ് കേട്ടോ. ഇനി നന്നാക്കിയ ചേമ്പും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നാളികേരം അരച്ചതും കൂടി ചേർത്താൽ അസലൊരു കറിയാവും. കുറച്ച് നാളികേരവും വേപ്പിലയും ജീരകവും കൂടിയിട്ട് നമ്മളങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇനി ആ അരപ്പും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് അതിലൊഴിച്ചങ്ങനെ ഇളക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര ചാറാണ് എനിക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് തിളച്ച് വരാം. അതിന് ശേഷം നമുക്കതിലേക്ക് കടുകും മറ്റുമൊക്കെ ഒന്ന് താളിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസൽ ചേമ്പ് കറി റെഡിയാവാണ് കേട്ടോ. അവസാനം നമ്മൾ മോര് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു പുളിശ്ശേരിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മോരൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് പാകത്തിന് വറ്റി കുറുകി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്, അതുപോലെ തന്നെ വേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതങ്ങോട്ട് പൊട്ടി വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അസലൊരു കറിയാകും. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇനി നമുക്ക് നാളെ കാണാം.